അടുത്ത നമുക്ക് പേജ് നമ്പർ 12 അഞ്ചാമത്തെ പ്രോബ്ലം നോക്കാം. പേജ് നമ്പർ 12 അഞ്ചാമത്തെ പ്രോബ്ലത്തിൽ ഒരു ബ്ലൂ ട്രയാങ്കിളിനെ കുറിച്ച് പറയുന്നു. അതിൻ്റെ മിഡിലുള്ള ഒരു ബ്ലൂ ട്രയാങ്കിളിനെ കുറിച്ച്. ആ ബ്ലൂ ട്രയാങ്കിളാണ് ഇവിടെ ഞാൻ വരച്ചിരിക്കുന്ന ABC. ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചറിയാം. ആദ്യം ഈ ബ്ലൂ ട്രയാങ്കിളാണുള്ളത്. ആ ബ്ലൂ ട്രയാങ്കിളിലെ AB എന്ന് പറയുന്ന സൈഡിൽ വശത്തിന് സമാന്തരമായി പാരലായി ആ ABക്ക് ഓപ്പോസിറ്റുള്ള ഈ കോർണർ C, ഈ വെർട്ടെക്സ് ആ ABക്ക് സമാന്തരമായി പാരലായിട്ട് ഒരു ലൈൻ വരച്ചു. അതേപോലെ അടുത്ത സൈഡ് എടുത്തു. ബ്ലൂ ട്രയാങ്കിളിന്റെ അടുത്ത സൈഡ് AC എടുത്തു. ACയുടെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആയിട്ടുള്ള Bയിലൂടെ ACക്ക് പാരലായിട്ട് ഒരു ലൈൻ വരച്ചു. അതേപോലെ BC എന്ന് പറയുന്ന സൈഡ് എടുത്തു, മൂന്നാമത്തെ സൈഡ്. അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആയിട്ടുള്ള A, അതിന്റെ എതിർമൂലയായിട്ടുള്ള Aയിലൂടെ BCക്ക് സമാന്തരമായി PR വരച്ചു. ഇങ്ങനത്തെ ഓരോ വശത്തിനും സമാന്തരമായി വരച്ച പാരലായി വരച്ച മൂന്ന് ലൈൻസ്, ഈ മൂന്ന് ലൈൻസ് അത് ചേർന്നിട്ടാണ് ഈ വലിയ ട്രയാങ്കിൾ ഫോം ചെയ്തത്. ഇനി അവര് അതുകൂടാതെ ഇതിനകത്ത് ഈ BR വരച്ചിട്ടുണ്ട്, AQ വരച്ചിട്ടുണ്ട്, CP വരച്ചിട്ടുണ്ട്. ഞാനിപ്പം വിശദീകരിക്കുന്നതിന് വേണ്ടി CP വരച്ചിട്ടുണ്ട്. ഇനി അവർ ചോദ്യമാണ്, ഈ മിഡിൽ ആദ്യം ഉണ്ടായിരുന്ന ഈ ബ്ലൂ ട്രയാങ്കിളിന്റെ സെയിം ഏരിയ വരുന്ന, അതേ പരപ്പളവ് വരുന്ന എത്ര ട്രയാങ്കിൾസ് ഇതിലുണ്ടെന്നോ. ഇതിന് നമ്മൾ ആ ചോദ്യം നന്നായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് പഠിച്ച തിയറം നേരെ അപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ നോക്കാം. നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം പഠിച്ചൊരു കാര്യമാണ്, രണ്ട് ട്രയാങ്കിൾ XYZ ആൻഡ് XYM. ഈ രണ്ട് ട്രയാങ്കിളിന്റെയും ബേസ് കോമൺ ആണ്, കോമൺ ബേസ് ആണ്. ആ ബേസിന് ഓപ്പോസിറ്റുള്ള വെർട്ടെക്സ് Z ഉം M ഉം ബേസിന് പാരലൽ ആയിട്ടുള്ള ലൈനിലാണെങ്കിൽ ഇതിന്റെ രണ്ടിന്റെ ഏരിയാസ് എന്താവും? ഈക്വൽ ആവും. അതിന്റെ രണ്ടിന്റെയും പരപ്പളവുകൾ ഈക്വൽ ആവും. അപ്പം XYZ ന്റെയും XYM ന്റെയും പരപ്പളവുകൾ ഈക്വൽ ആണ്. ബിക്കോസ് ഇതിന്റെ ബേസ് സെയിം ആണ്. ബേസിന് ഓപ്പോസിറ്റ് വരുന്ന വെർട്ടിസസ് ബേസിന് പാരലൽ ആയിട്ടുള്ള ലൈനിലാണ്. മൂന്നാമത്തെ മൂല അത് പാദവശത്തിന് സമാന്തരമായ രേഖയിലാണ്. അതുകൊണ്ട് അതിന്റെ പരപ്പളവുകൾ തുല്യമായിരിക്കും. ആ ആശയം ഇവിടെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. ഈ ചിത്രത്തിൽ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കൂ, ഈ ABC ഇതിനോട് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ABC, ഈ അവിടെ ചോദ്യത്തിൽ തന്നെ പറയുന്നത് ABക്ക് പാരലൽ ആണ് QR. ഈ ABക്ക് പാരലൽ ആയിട്ടാണ് QR വരച്ചിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ട് പാരലൽ. അപ്പൊ ഈ ABC എന്ന് പറയുന്ന ട്രയാങ്കിളും നോക്കൂ, ഈ ABR, ഈ രണ്ട് ട്രയാങ്കിൾ മാത്രം നോക്കൂ, ABCയും ABRും. ഈ രണ്ട് ട്രയാങ്കിൾ നോക്കിയാൽ രണ്ടിന്റെയും കോമൺ ബേസ് ആണ് ABC എന്ന് പറയുമ്പോഴും ഈ സൈഡിന്റെ ABR എന്ന് പറയുമ്പോഴും ഈ സൈഡ് കോമൺ ബേസ് ആണ്. ഈ കോമൺ ബേസിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വെർട്ടെക്സ് ഓപ്പോസിറ്റ് മൂലകൾ, എതിർമൂലകൾ ABക്ക് എതിരെ വരുന്ന ഈ മിഡിലെ ട്രയാങ്കിളിന് ABക്ക് എതിരെ വരുന്നത് C ആണ്. ഈ ട്രയാങ്കിളില് ABക്ക് എതിരെ വരുന്നത് ഓപ്പോസിറ്റ് വരുന്നത് R ആണ്. ഈ സിയും ആറും ABക്ക് പാരലൽ ലൈനില്ല, സമാന്തര വരയില്ല. അതുകൊണ്ട് കോമൺ ബേസും പൊതുവായ പാദവും മൂന്നാമത്തെ മൂല പാദത്തിന് സമാന്തരമായ വരയിലും ആയതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയാസ് ഈക്വൽ ആവും. ഏതിന്റെയൊക്കെ? ABCയുടെയും ABRയുടെയും. അപ്പൊ നമുക്കിവിടെ പറയാം, ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ABR. ABCയുടെ പരപ്പളവും ABRന്റെ ഈ രണ്ട് ത്രികോണങ്ങളുടെയും പരപ്പളവും തുല്യമാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ ലൈൻ ഉപയോഗിച്ചാൽ ഇനി നമുക്ക് ഈ ലൈൻ ഉപയോഗിച്ച് നോക്കാം. AQ ഉപയോഗിച്ചാൽ അപ്പൊ നമുക്ക് തൽക്കാലം ഈ ലൈൻ നമുക്ക് ഒഴിവാക്കാം. ഈ ലൈൻ ഒഴിവാക്കിയിട്ട് ഇത് മാത്രം, ഈ ലൈൻ മാത്രം എടുക്കാം. ഇപ്പോഴും നമ്മൾ ഈ നടുക്കത്തെ ട്രയാങ്കിൾ എടുത്തു ABC. ഇനി നമ്മൾ ABQ എടുത്തു, ABQ. അപ്പൊ ABC എടുത്താലും ABQ എടുത്താൽ AB പൊതുവായ വശമാണ്. AB എന്ന് പറയുന്നത് പൊതുവായ പാദമാണ്, പൊതുവായ വശമാണ്, കോമൺ ബേസ് ആണ്, കോമൺ സൈഡ് ആണ്. ആ ABCയില് ആ കോമൺ ബേസിന് ഓപ്പോസിറ്റ് ഉള്ള വെർട്ടെക്സ് മൂല C ആണ്. ABQയില് പൊതുവായ വശത്തിന് ഓപ്പോസിറ്റ് ഉള്ള മൂല Q ആണ്. ആ സിയും ക്യൂവും കിടക്കുന്നത് ABക്ക് സമാന്തരമായ വരെയായി ചോദ്യത്തിലേ പറഞ്ഞിട്ടുണ്ട്. ABക്ക് സമാന്തരമായിട്ടാണ് ഇത് വരച്ചിരിക്കുന്നത്. അപ്പൊ സിയും ക്യൂവും കിടക്കുന്നത് ABക്ക് പാരലൽ ആയിട്ടുള്ള ലൈൻസിലായതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ ഈക്വൽ ആണ്. സോ എന്ത് പറയാം? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC, ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ABQ. ഇപ്പൊ നമുക്ക് ABC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ പരപ്പളവിന് തുല്യമായ രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്. ഇനി ഇതേപോലെ നമുക്ക് മൂന്നാമത്തേത് കിട്ടാൻ ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ഈ AB നെ ബേസ് ചെയ്തിട്ടായി രണ്ട് ലൈൻസ് വരച്ചത്.
ഇനി നമുക്ക് രണ്ടെണ്ണം കിട്ടും. ഇനി ബാക്കിയുള്ളത് എങ്ങനെ കിട്ടും നമുക്ക് നോക്കാം. ഇനി നമുക്ക് അടുത്ത നേരത്തെ എ ബി സൈഡ് വെച്ചിട്ട് നോക്കിയത്, ഇനി ബി സി സൈഡ് വെച്ചിട്ട് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഈ ബി ആറും സി പിയും വരച്ചു. ഇതൊക്കെ ആ ചിത്രത്തിലുണ്ട്. ആ ബി ആറും സി പിയും വരയ്ക്കുമ്പോൾ ഈ മിഡിൽ ട്രയാങ്കിൾ എടുത്താൽ എ ബി സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളും ഈ സി ആർ സി അല്ലെങ്കിൽ ബി ആർ സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ എടുത്താൽ, എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ബി ആർ സി എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്താൽ ബി സി രണ്ട് ട്രയാങ്കിളും കോമൺ ആയിട്ടുള്ള സൈഡാണ്, പൊതുവായ വശമാണ്. ഈ ട്രയാങ്കിൾ എടുക്കുമ്പോഴും ബി സി ഉണ്ട്, ഈ ട്രയാങ്കിൾ എടുക്കുമ്പോഴും ബി സി ഉണ്ട്. ബി സി പൊതുവായ വശമാണ്. ഇനി ആ രണ്ട് ട്രയാങ്കിളിന്റെയും കോമൺ സൈഡിന്റെ ഓപ്പോസിറ്റ് വെർട്ടിസസ്, പൊതുവായ വശത്തിന്റെ എതിർമൂലകൾ, അത് ഈ വശത്തിന് സമാന്തരമാണ്, ഇത് പാരലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഓപ്പോസിറ്റ് വെർട്ടിസസ് ബേസിന് സമാന്തരമായ പാരലൽ ആയിട്ടുള്ള ലൈൻസിലാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ രണ്ടിന്റെ ഏരിയാസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ ബി സി കോമൺ ബേസ് ആണ്, ബി സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എയും അതേപോലെ ഈ ട്രയാങ്കിളില് ബി സി ആറില് ബി സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആറും പാരലൽ ലൈൻസിലായതുകൊണ്ട് ഈ നടുക്കത്തെ ട്രയാങ്കിളിന്റെ ഏരിയ ഈക്വൽ ആയിരിക്കും ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി സി ആർ. ഇനി അതേപോലെ തന്നെ ഈ ലൈൻ എടുത്താൽ നമുക്ക് തൽക്കാലം ഇത് വായിച്ചു നോക്കാം. എന്നിട്ട് ഇത് എടുക്കാം. ഈ ട്രയാങ്കിൾ എടുത്താൽ അതേപോലെ നോക്കാം. ഇവിടെ ബി സി കോമൺ സൈഡ് ആണ്, ബി സി കോമൺ സൈഡ് ആണ്. ആ ബി സി എയും ബി സി പിയും എടുത്താൽ ആ കോമൺ സൈഡ് ഓപ്പോസിറ്റിലെ എയും പിയും ബി സിക്ക് സമാന്തരമായ ലൈനിലാണ്. അതുകൊണ്ട് ഈ നടുക്കത്തെ ട്രയാങ്കിളിന്റെ അതേ പരപ്പളവ് തന്നെയായിരിക്കും ബി സി പി. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി നടുക്കത്തെ ട്രയാങ്കിൾ ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി സി പി എന്ന് നമുക്ക് പറയാം. അപ്പൊ നമ്മൾ എ ബി എന്ന് പറയുന്ന സൈഡ് വെച്ച് രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആയിട്ടുള്ള നടുക്കത്തെ ട്രയാങ്കിൾ ഈക്വൽ ആയിട്ടുള്ള രണ്ട് ട്രയാങ്കിൾ, നടുക്കത്തെ ട്രയാങ്കിളിന്റെ പരപ്പളവിന് ഈക്വൽ ആയിട്ട് രണ്ട് ട്രയാങ്കിൾ കണ്ടുപിടിച്ചു. ബി സി എന്ന് പറയുന്ന സൈഡ് വെച്ചിട്ട് രണ്ടെണ്ണം കണ്ടുപിടിച്ചു. ഇനി അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, എ സി എന്ന് പറയുന്ന സൈഡ് വെച്ചിട്ട് ഈ ലൈനും വരച്ചാൽ ഈ രണ്ട് ലൈൻസ് ഉപയോഗിച്ച് എ സി എന്ന് പറയുന്ന കോമൺ സൈഡ്, എ സിനെ കോമൺ സൈഡ് ആയിട്ട് എടുത്താലും നമുക്ക് രണ്ടെണ്ണം വരയ്ക്കാം. അങ്ങനെ നോക്കുമ്പോൾ ട്രയാങ്കിൾ എ ബി സിക്ക് ഈക്വൽ ആയിട്ട് നമ്മൾ ഇപ്പൊ 4 ചെയ്തു. ഈ എ സി കൂടി ചേരുമ്പോൾ നമുക്ക് 6 ട്രയാങ്കിൾസ്, ആ മിഡിലെ ട്രയാങ്കിളിന് ഈക്വൽ ഏരിയയുള്ള തുല്യ പരപ്പളവുള്ള 6 ട്രയാങ്കിൾസിനെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. നമ്മളിപ്പോ കണ്ട ഈ 6 ഈക്വൽ ട്രയാങ്കിൾസ്, മിഡിൽ ട്രയാങ്കിൾ ഈക്വൽ ആയിട്ടുള്ള 6 ഈക്വൽ ട്രയാങ്കിൾസ് നമ്മൾ കണ്ടില്ലേ, അത് തന്നെയാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത്. ആ ചിത്രത്തിൽ കൃത്യമായ 6 ഈക്വൽ ട്രയാങ്കിൾസിനെ നമുക്ക് ആ ചിത്ര രൂപത്തിൽ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ 6 ട്രയാങ്കിളിന്റെ പരപ്പളവുകൾ ഈ നടുക്കത്തെ ട്രയാങ്കിളിന്റെ പരപ്പളവിന് ഈക്വൽ ആണെന്ന് പറഞ്ഞു, തുല്യമാണെന്ന് പറഞ്ഞു. ഇനിയും ആ ചിത്രത്തിൽ ഈ നടുക്കത്തെ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയക്ക് ഈക്വൽ ആയിട്ട് ഇനിയും ഉണ്ട് ട്രയാങ്കിൾസ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഇതുവരെ ഉപയോഗിച്ച തിയറത്തിൽ നിന്ന് മാറി നമുക്കൊന്ന് ചിന്തിക്കാം. അതിനുവേണ്ടി നമ്മൾ ഇവിടെ എടുക്കുന്നത് ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ എടുത്താൽ ഇതൊരു ക്വാഡ്രിലാറ്ററലാണ്, ഒരു 4 സൈഡ് പോളിഗൺ, ഒരു ചതുർഭുജം. ഈ എ ബി ക്യു സി ഒരു ചതുർഭുജമാണ്. പക്ഷെ ഈ ചതുർഭുജത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ എ ബി എന്ന് പറയുന്ന ഈ സൈഡിന്റെ പാരലാണ് ക്യു ആർ. അതുകൊണ്ട് ചോദ്യത്തിൽ തന്നെ പറയുമ്പോൾ എ ബിക്ക് പാരലാ ക്യു ആർ. അപ്പൊ എ ബി എന്നുള്ളതും ഈ എ ബിയും ഈ ക്യു സിയും പാരലാണ്. അതേപോലെ എ സിക്ക് പാരലാണ് ബി ഈ പി ക്യു. അതുകൊണ്ട് തന്നെ എ സിയും ബി ക്യൂവും പാരലാണ്. അപ്പൊ ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഈ ഓപ്പോസിറ്റ് പേഴ്സും പാരലാണ്. ഈ ചതുർഭുജത്തിന്റെ എതിർവശങ്ങൾ പരസ്പരം സമാന്തരങ്ങളായ വശങ്ങളാണ്. 2 ജോഡി എതിർവശങ്ങൾ പരസ്പരം സമാന്തരമാണ്. അതുകൊണ്ട് ഈ ചതുർഭുജത്തെ എ ബി സി ക്യൂവിനെ നമുക്ക് പാരലലോഗ്രാം അല്ലെങ്കിൽ സാമാന്തരികം എന്ന് വിളിക്കാം. അപ്പൊ സാമാന്തരികമായി കഴിഞ്ഞാൽ എന്താ ഗുണം ചോദിച്ചാൽ, ഈ വരച്ച ഈ സാധനം, ഈ ചതുർഭുജം, ഈ ക്വാഡ്രിലാറ്ററൽ പാരലോഗ്രാമാണ്, സാമാന്തരിക ആയതുകൊണ്ട് സാമാന്തരികത്തിന്റെ എതിർവശങ്ങൾ തുല്യമാണ്. പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. അതുകൊണ്ട് നമുക്ക് എന്ത് വേണേ പറയാം, ഈ എ ബിക്ക് ഈക്വൽ ആണ്, ഇത് രണ്ട് ഈക്വൽ, എ ബി സി ക്യു ഈക്വൽ ആണ്, എ ബി ഈക്വൽ ടു സി ക്യു. അതേപോലെ ബി സിക്ക് ഈക്വൽ ആണ് എ സി, ബി ക്യൂവിന് ഈക്വൽ ആണ് എ സി, ഈ ബി ക്യൂവിന് ഈക്വൽ ആണ് എ സി. അപ്പൊ ഈ സൈഡ് ഈക്വൽ, ഈ സൈഡ് ഈക്വൽ ആണ്. ഇനി ഈ ബി സിയോ ഇത് കോമൺ സൈഡാണ്. അപ്പൊ ഇവിടെ ഈ സാമാന്തരികത്തിന്റെ നടുവില് ഈ
ഡയഗണൽ ഈ വികരണം BC വികരണം വരച്ചപ്പോൾ ഉണ്ടായ ഈ രണ്ട് ട്രയാങ്കിൾ എടുത്താൽ ABC യും BQC ഈ രണ്ട് ട്രയാങ്കിൾ എടുത്താൽ ഈ സൈഡ് ഈക്വൽ ആണ്, ഈ സൈഡ് ഈക്വൽ ആണ്, ഇത് കോമൺ സൈഡ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ട്രയാങ്കിളിന്റെയും മൂന്ന് സൈഡ്സും പരസ്പരം ഈക്വൽ ആണ്. അതുകൊണ്ട് ഈ ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഈക്വൽ ട്രയാങ്കിൾസിന്റെ ഏരിയാസ് നമ്മൾ 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഈക്വൽ ട്രയാങ്കിൾസ് എന്താണെന്നും ഈക്വൽ ട്രയാങ്കിൾസിന്റെ ഏരിയാസ് തുല്യ ത്രികോണങ്ങളുടെ പരപ്പളവുകൾ തുല്യമാകുമെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ട്രയാങ്കിളിന്റെയും ഏരിയകൾ ഈക്വൽ ആണ്, അതിന്റെ പരപ്പളവുകൾ ഈക്വൽ ആണ്. അപ്പൊ ഈ മിഡിലെ ട്രയാങ്കിളിന്റെ ഈക്വൽ ആയിട്ട് ഈ ട്രയാങ്കിൾ കിട്ടി. അപ്പൊ നേരത്തെ കിട്ടിയ 6 എണ്ണത്തിന്റെ കൂടെ ഇപ്പൊ നമുക്ക് 7ാമതൊന്നും കൂടി. ഇനി നമ്മൾ ഈ ചിത്രം ഇങ്ങനെ നോക്കൂ. ഇങ്ങനെ നോക്കിയാൽ നമുക്കൊരു സമാന്തരമായിരിക്കും. ഇത് രണ്ട് സമാന്തരമാണ്. അപ്പൊ നമുക്ക് അവിടെ ഒരു ഡയഗണൽ വികരണം വരയ്ക്കുമ്പോൾ ഇങ്ങനെ രണ്ട് ട്രയാങ്കിൾ ഫോം ചെയ്യും. അങ്ങനെ ഫോം ചെയ്യുമ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് ഇത് രണ്ട് ഈക്വൽ ആവും, ഇത് കോമൺ സൈഡ് ആവും. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് പരസ്പരം ഈക്വൽ ആണ്. നമ്മൾ 8ൽ പഠിച്ചു 3 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അത് ഈക്വൽ ട്രയാങ്കിൾസ് ആണ്, തുല്യ ത്രികോണങ്ങളാണ്. അപ്പൊ ഇതിന്റെ ഏരിയാസ് ഈക്വൽ ആണ്. അപ്പൊ ഈ ട്രയാങ്കിളിന്റെയും ഈ ട്രയാങ്കിളിന്റെ ഏരിയ ഈക്വൽ ആണ്. അതേപോലെ നമ്മൾ ഇങ്ങനെ ഈ പാരലോഗ്രാം എടുത്താൽ ഇതും ഇതേപോലെ നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പൊ നമുക്ക് പാരലോഗ്രാമിന്റെ ഐഡിയ വെച്ച് 3 എണ്ണം പ്രൂവ് ചെയ്യാം. നേരത്തെ നമ്മൾ 6 എണ്ണം പ്രൂവ് ചെയ്തു. ഇത് രണ്ടും കൂടി ചേർത്ത് നമുക്ക് 9 ട്രയാങ്കിൾസ് 9 ട്രയാങ്കിൾസ് ഈ മിഡിൽ ബ്ലൂ ട്രയാങ്കിളിന് ഈക്വൽ ആയിട്ട് ഈക്വൽ ഏരിയ ഉള്ള തുല്യ പരപ്പളവുള്ള 9 ഡിഫറെന്റ് ട്രയാങ്കിൾസ് അവിടെ ഉണ്ടെന്ന് കാണാൻ സാധിക്കും. നിങ്ങൾ ഇത് നോട്ടിലേക്ക് പകർത്തുമ്പോൾ ഈ 9 ചിത്രങ്ങളിലൂടെ വേണം ഇത് നോട്ടിലാക്കാൻ. ഈ 9 ട്രയാങ്കിൾസ് കാണിക്കുന്ന മിഡിൽ ട്രയാങ്കിളിന് ഈക്വൽ ഏരിയ ഉള്ള 9 ട്രയാങ്കിൾസ് കാണിക്കുന്ന 9 ചിത്രങ്ങൾ വരച്ചിട്ട് വേണം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ. പാരലലോഗ്രാമിൽ നിന്ന് വരുന്ന 3 ട്രയാങ്കിൾ ഉണ്ടല്ലോ, ഇതേ പരപ്പളമുള്ള ഇതേ ഏരിയ ഉള്ള മിഡിലത്തെ ട്രയാങ്കിളിന്റെ അതേ ഏരിയ വരുന്ന പാരലോഗ്രാമിൽ നിന്ന് രൂപപ്പെടുന്ന 3 ട്രയാങ്കിൾസ് ഉണ്ട്. ആ ട്രയാങ്കിൾസിന്റെ ചിത്രങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്നത്.